1999 കാർഗിൽ യുദ്ധമുഖത്ത് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഗണ്ണർ സജീവ് ഗോപാലപിള്ള വീർ ചക്രയുടെ കുടുംബാംഗങ്ങളെ സൈന്യം ആദരിച്ചു. ജൂലൈ 26-ന് കാർഗിൽ വിജയ് ദിവസത്തിന്റെ മുന്നോടിയായി കാർഗിൽ യുദ്ധമുഖത്ത് ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൈനികർ കാർഗിലിൽ നിന്നും കൊല്ലത്ത് എത്തിയത്. APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നേവൽ NCC യൂണിറ്റിൻ്റെ ഓഫീസറാണ്. ഞാനും എൻ്റെ കുട്ടികളും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഗണ്ണർ സജീവ് ഗോപാലപിള്ളയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക, അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ആദ്യമേ തന്നെ ഞാൻ ഈ ഫാമിലിയോട് ഉള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം അഭിമാനകരമായ ഒരു ദിനമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ധീര യോദ്ധാക്കളെ നമുക്ക് നഷ്ടപ്പെട്ട ദിനം കൂടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ നാട്ടിൽ ഞാൻ ജോലിക്ക് വന്ന നിമിഷം മുതൽ എനിക്കറിയാം, ഇപ്പോഴും പട്ടാളക്കാര്, ആർമി ഓഫീസേഴ്സ് എല്ലാവരും നിരന്തരമായിട്ട് ഈ കുടുംബത്തിനടുത്ത് എത്തുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. ഘർ ഘർ ശൗര്യ സമ്മാൻ മഹോത്സവ് എന്ന പേരിലാണ് സൈന്യം ആദരവ് സമർപ്പിക്കുന്നത്. പ്രശംസാപത്രവും മൊമന്റോയുമാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി നായബ് സുബേദാർ കിങ്സ്ലിയുടെ നേതൃത്വത്തിൽ കാർഗിൽ സെക്ടറിൽ നിന്നുള്ള സൈനികർ കാർഗിൽ ഹീറോ TA സജീവ് ഗോപാലപിള്ളയുടെ വീട്ടിൽ കുടുംബാംഗങ്ങളെ ആദരിക്കാൻ എത്തുകയായിരുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ കൊല്ലത്ത് ശ്രീ ഗണ്ണർ സജീവ് ഗോപാലപിള്ള വീരചക്ര സാറിൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. അവരുടെ അമ്മ കുട്ടിയമ്മ, ശ്രീമതി കുട്ടിയമ്മ മാഡത്തിന് മൊമന്റോ അതുപോലെ പ്രശംസാപത്രം നൽകി അവരെ ആദരിക്കുകയാണ് ചെയ്തിരുന്നത്. TA സജീവ് ഗോപാലപിള്ളയുടെ അമ്മ ശ്രീമതി കുട്ടിയമ്മ ഉപഹാരം ഏറ്റുവാങ്ങി. നായർ സുബേദാർ കിങ്സ്ലിയുടെ RHM രജീഷ്, തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ, വിവിധ സൈനിക കൂട്ടായ്മ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സജീവ് ഗോപാലപിള്ളയുടെ സ്മൃതി മണ്ഡപത്തിൽ സൈന്യം പുഷ്പചക്രം സമർപ്പിച്ചു. വിസ്മയ ന്യൂസ്, കൊല്ലം.